ഇന്നെൻ്റെ കൂടെയുള്ളത് തൃശ്ശൂരിൽ നിന്നുള്ള സിന്ധുച്ചിയാണ്. അപ്പം ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ് ഇന്ന് തൃശ്ശൂരിലായിരുന്നു. ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു സിന്ധുച്ചി? എന്താണ് ഇങ്ങനെ ഒരു ക്ലാസ് വേണമെന്ന് തോന്നിയത്? ഞാൻ ലൈസൻസ് എടുത്തിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് 2013 ലൈസൻസ് എടുത്തതാണ്. അത്യാവശ്യം മറ്റേ മാനുവലായിട്ടുള്ള വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതാ. ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിച്ചു. അതിനുശേഷം 2016 തുടങ്ങി വണ്ടി നമ്മൾ തൊട്ടിട്ടേ ഇല്ല. 2022 വരെ ഭയങ്കര പേടിയായി. പിന്നെ അത് നമുക്ക് ഒട്ടും തന്നെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു ആ വണ്ടി എടുക്കാനും ഓടിക്കാനും. അത് കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞ ഏപ്രിലാണ് ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്ത് കുറെ നാളായി. അപ്പൊ ഒരു കോൺഫിഡൻസ് എനിക്ക് വേണം എന്ന് തോന്നി. അങ്ങനെ ഞാനിപ്പോ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് ഒരുവിധ അത്യാവശ്യം പിന്നെ കുറച്ച് സംശയങ്ങൾ കുറച്ച് കാര്യകാരണ സഹിതം അറിയണം എന്നുണ്ടായിരുന്നു. ഓരോ കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അതിനൊക്കെ എനിക്കൊരു മറുപടി കിട്ടി. അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ചില കാര്യങ്ങൾ നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ചെയ്യുന്നത്. എനിക്ക് അന്ന് ആക്സിഡന്റ് പറ്റിയത് ഇപ്പോഴും എനിക്കത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതറിയണം. അത് പിന്നെ എനിക്കൊരു തോന്നിയായിരുന്നു എനിക്ക് എന്തുകൊണ്ടാണ് അതന്നെ. അപ്പൊ ആ സംശയങ്ങൾ ഞാൻ പലരോടും ചോദിക്കുമ്പോ ആർക്കും ഒരു വ്യക്തമായൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആണ് ഞാൻ ബുക്ക് ചെയ്തത്. ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടില്ല. അതങ്ങനെയാണ് ആയിരിക്കും. അത് നമ്മളൊരു കാൽക്കുലേഷനിൽ അങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ ഒരു ആൻസറുകളാണ്. തൃപ്തിയിലായിരുന്നു ആൻസറുകൾ. അപ്പോ അങ്ങനെയുള്ളതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടി എനിക്ക്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇതിപ്പോ ഈ വൺ ഡേ ക്ലാസ് മതിയോന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അത്തരം ആളുകളോട് എന്താ ചിന്തിച്ച് പറയാനില്ല, ഇത് പോരെ? അത് കുറച്ചൊക്കെ വിശ്വാസമില്ല. അത്യാവശ്യം നമുക്കൊരു ഇതുണ്ടെങ്കിൽ നമ്മളുടെ കറക്ഷൻസ് കിട്ടിയാൽ മതി, നമുക്ക് ആൻസറുകൾ കിട്ടിയാൽ മതി, ബാക്കി നമുക്ക് കിട്ടും. അതിന് ഇന്നത് കൊണ്ടാണ് എന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് കോൺഫിഡൻസോടുകൂടെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. പാർക്കിംഗ് ഒക്കെ എനിക്ക് കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെങ്കിലൊക്കെ പാർക്ക് ചെയ്യായിരിക്കും നമ്മള് തട്ടാണ്ടും മുട്ടാണ്ടും രക്ഷപ്പെട്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എടുക്കുമ്പോ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനൊക്കെ ഒരു ആൻസർ കിട്ടിയാൽ തന്നെ നമുക്ക് പിന്നീട് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും പാർക്ക് ചെയ്യാൻ. ബേക്കോട്ട് മുമ്പോട്ടൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഒരുപാട് സ്പേസ് വേണ്ടി വരും. കുറഞ്ഞ സ്പേസിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. ഇനി പ്രാക്ടീസ് വേണം. കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാല് അതായത് ഡ്രൈവിങ്ങിന്റെ ഡിഫറൻസ് കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു സീറ്റിംഗ് പൊസിഷനും ഒക്കെ മാറ്റി അത് കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഭയങ്കര ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ടയർഡ് ആയിട്ടൊന്നുമില്ല. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അത് പോയിട്ടുണ്ട്. അത് സീറ്റിംഗ് കറക്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം സാറ്റിസ്ഫൈഡ് ആണ്. സിന്ധുച്ചി ആക്ച്വലി ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ ക്ലാസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. സിന്ധുച്ചി ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അപ്പം അത്യാവശ്യക്കാരെ കോൺടാക്ട് ചെയ്തോളൂ. കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും പെട്ടെന്ന് ക്ലാസ് കിട്ടില്ല. ഒരുപാട് പേര് ബുക്ക് ചെയ്ത് വെയിറ്റിംഗ് ആണ് ഇപ്പോഴും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.